2026 തുടക്കത്തിൽ നമ്മൾ കേട്ട ഏറ്റവും ഗംഭീരമായ വാർത്തയായിരുന്നു മമ്മൂട്ടിയും ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സും ഒരുമിക്കുന്നു എന്നുള്ളത്. അതിൽ തന്നെ മമ്മൂട്ടി, ഖാലിദ് റഹ്മാൻ, ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് ഒരുമിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ വാർത്തകൾ കേട്ടു, അതിൽ നിന്ന് ഖാലിദ് റഹ്മാൻ മാറുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിലെ അപ്ഡേറ്റ് വന്നു, മട്ടാഞ്ചേരി മാഫിയ എന്ന ചിത്രം. അതെ, ഖാലിദ് റഹ്മാനും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ആ ഒരു ചിത്രം വരുന്നു. ഒപ്പം മലയാളത്തിലെ സുപ്രധാന താരങ്ങളായ നസ്ലിനും അതേപോലെ ആസിഫ് അലിയും ഉണ്ടാകുമെന്നുള്ളത്. ഇപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ് ക്യൂബ്സിൻ്റെ സിനിമയുടെ കാര്യങ്ങൾ. ഈ രണ്ട് ചിത്രങ്ങളും ഓരോ മമ്മൂട്ടി ആരാധകരും ഒപ്പം മലയാളി പ്രേക്ഷകരും കാത്തിരിക്കുന്ന ചിത്രമാണ്. അപ്പോൾ ക്യൂബ്സിൻ്റെ അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നത് ഇപ്രകാരം തന്നെയാണ്. ആ ഒരു സിനിമയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ എക്സിലൂടെ ഒരാൾ ചോദിക്കുകയും അതിനുള്ള മറുപടിയായി ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് പറയുന്ന കാര്യം, അത് ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കാട്ടാളൻ എന്ന ചിത്രത്തിൻ്റെ റിലീസിന് ശേഷം അതിൻ്റെ ബാക്കി അപ്ഡേറ്റുകൾ വരുമെന്നുള്ളതാണ്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, മമ്മൂട്ടി വേഴ്സസ് മമ്മൂട്ടി തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല തിയേറ്ററുകളിലും പ്രകമ്പനം സൃഷ്ടിക്കാൻ പോകുന്നത്. ഒരു അറ്റത്ത് മമ്മൂട്ടിയും ഖാലിദ് റഹ്മാനും ചേർന്ന് ഒരു മട്ടാഞ്ചേരി മാഫിയ എന്ന ചിത്രം വരുമ്പോൾ, ഇപ്പുറത്തെ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന, അതിൻ്റെ 4 ഇരട്ടി വലിപ്പത്തിൽ അതിൻ്റെ മുകളിൽ തട്ടുപൊളിപ്പിനായിട്ടുള്ള ഒരു ചിത്രമായി വരുമെന്ന് ഉറപ്പിക്കുക കൂടെ ചെയ്യുകയാണ്. എന്താണേലും മട്ടാഞ്ചേരി മാഫിയ സെപ്റ്റംബറിലേക്ക് ഷൂട്ടിംഗ് ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ. ഒരുപക്ഷെ അതിന് മുന്നോടിയും വരാനുള്ള ചാൻസുകളുണ്ട്. അതിനിടയിൽ തന്നെ മമ്മൂട്ടിക്ക് 3ഓളം സിനിമകൾ കംപ്ലീറ്റ് ആക്കാനും ഉണ്ട് എന്നുള്ളതാണ് അറിയാനുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇവിടെ അരങ്ങ് വാഴാൻ പോകുന്നതും അവിടെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നതും മമ്മൂട്ടി വേഴ്സസ് മമ്മൂട്ടി തന്നെയാണ്. അതെ, 2 ചിത്രങ്ങൾ, അതുതന്നെയാണ് ആരാധകരും പ്രേക്ഷകരും ഒപ്പം ഓരോ മലയാളിയും ഓരോ സിനിമ ആരാധകനും കാത്തിരിക്കുന്ന ആ ഒരു കാര്യം. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള 2 സിനിമകളാകട്ടെ. എന്തായാലും ആദ്യത്തെ ഒരു നിരാശയുണ്ടായിരുന്നു, അങ്ങനെ ഒരു അത് ഡ്രോപ്പ് ആകുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് 2ആയി സ്പ്ലിറ്റ് ചെയ്യും. അന്ന് തന്നെ വന്ന ഒരു വാർത്ത തന്നെയാണ്. അങ്ങനെ അതിൽ നിന്ന് ഒന്നിനൊന്നിന് ഗംഭീരമായിട്ടുള്ള കോമ്പറ്റീഷനോടുള്ള 2 ചിത്രങ്ങളിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തുകയാണ്. എന്തായാലും ഒരു കാര്യം നമ്മളിവിടെ ഉറപ്പിക്കുകയാണ്, മട്ടാഞ്ചേരി മാഫിയയെ വെല്ലുവിളിക്കാൻ ഉറപ്പിച്ച് തന്നെയാണ് നമുക്ക് ഇവിടെ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റിൻ്റെ വരാൻ പോകുന്ന ചിത്രം നിൽക്കാൻ പോകുന്നത്. അപ്പോൾ മമ്മൂട്ടിയുടെ അതിഗംഭീരമായിട്ടുള്ള കിടുക്കാഴ്ചയായിട്ടുള്ള 2 സിനിമകൾക്ക് വേണ്ടി ആരൊക്കെയാണ് കാത്തിരിക്കുന്നത്? വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം. ഗ്രേറ്റ് മീഡിയാസ്.